സാധാരണയായി സി പി എമ്മിനകത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് ആളുകൾ പ്രസംഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ പ്രസംഗിക്കാൻ പോയതിന് ശേഷം പുറത്താക്കുന്നു. പാർട്ടിക്ക് പറ്റേ പി കെ ശശി എന്ന മുൻ MLA, കാണാൻ സുന്ദരൻ സുമുഖൻ, സി പി എമ്മിൻ്റെ ജിഹ്വ പാലക്കാടിലെ, സ്ത്രീ വിഷയത്തിലൊക്കെ വന്നിട്ടും പാർട്ടി കൂടെ നിന്നു, പാർട്ടിക്ക് വേണ്ടി കൂടെ നിന്നു. രണ്ടും, അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി നിന്നു, പാർട്ടി അദ്ദേഹത്തിന് വേണ്ടി നിന്നു. കേസൊക്കെ വന്നിട്ടും KTDCയുടെ ചെയർമാനാക്കി. ഇപ്പം ഇതാ അദ്ദേഹം ഞങ്ങളാണ് യഥാർത്ഥ CPM എന്നും, പാലക്കാട് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ CPM എന്നും, മറ്റവർ അല്ല CPM എന്നും, അവരാണ് വിമതരെന്നും, ഞങ്ങളാണ് യഥാർത്ഥ വിപ്ലവകാരികളെന്നും ആര് പറഞ്ഞിരിക്കുന്നു? പി കെ ശശി പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ പി കെ ശശിയെ പുറത്താക്കി. ആലപ്പുഴ ഒരാളെ പുറത്താക്കാൻ നിൽക്കുകയാണ്. അയാൾ പുറത്താണോ അകത്താണോ അദ്ദേഹത്തിന് അറിയത്തില്ല. ഫുട്ബോളിൽ നിൽക്കുകയാണ്. മറ്റാരുമല്ല, 60 വർഷത്തിൽ കൂടുതൽ സ്വന്തം സഹോദരന് രക്തസാക്ഷിത്വം വരിച്ചപ്പോഴും, രക്തസാക്ഷിയായപ്പോൾ, സഹോദരൻ രക്തസാക്ഷിയായ ആളാണ് സുധാകരൻ്റെ ഒരു സഹോദരൻ. 60 വർഷത്തിൽ കൂടുതൽ പാർട്ടിക്ക് വേണ്ടി ചെങ്കൊടി പിടിച്ച് വിപ്ലവ സൂര്യനായി നിന്ന സുധാകരൻ ഒരു ഘട്ടത്തിൽ VSൻ്റെ ഗ്രൂപ്പായിരുന്നു. അതിൻ്റെ പകയാണ് പിണറായി തീർക്കുന്നുവെന്നാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത്. അച്യുതാനന്ദൻ പറയുന്ന പോലെ വാരിക്കുഴികൾ ഒരുപാടുണ്ട്. ആ വാരിക്കുഴികൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ തീർത്തതാണെങ്കിൽ, ജാതിമത കോമരങ്ങൾ തീർത്ത വാരിക്കുഴികൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ, ഇന്ന് വാരിക്കുഴികൾ തീർത്തിരിക്കുന്നത് പാർട്ടിക്കാർ തന്നെയാണ്. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വീണു പോകുമെന്നാണ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. ഇടത് കാല് ഒരുത്തം കൊണ്ടുപോകുമ്പോൾ വലത് കാല് സൂക്ഷിച്ച് വച്ചില്ലെങ്കിൽ കുഴിയിലായിരിക്കും വീഴുന്നത്. അത്ര മോശമായിട്ടുള്ള രീതിയിലാണ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പും തൻപ്രമാണിത്വവും. ഇന്ന് പി കെ ശശി പറഞ്ഞിരിക്കുന്നൊരു ആരോപണമുണ്ട്. സ്പിരിറ്റ് കുംഭകോണത്തിൻ്റെ രാജാവാണ് പാലക്കാട് CPMൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല. ഈ നിമിഷം വരെ, രാവിലത്തെ 2 മണിക്കൂർ മുമ്പ് വരെ CPMൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന, സംസ്ഥാനതല നേതാവായിരുന്ന പി കെ ശശിയാണ് പറയുന്നത്. പരസ്യമായി ആയിരങ്ങളുടെ യോഗം വിളിച്ചാണ് പറയുന്നത്. മുഴുവൻ നേതാക്കളെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത്. സ്പിരിറ്റ് ലോബിയുടെ രാജാവാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്ന് പാർട്ടിയുടെ CPMൻ്റെ. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഒരു കുഞ്ഞുകൃഷ്ണൻ പുസ്തകം എഴുതി, അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം ഇപ്പോൾ UDFൽ മത്സരിക്കണോ സ്വതന്ത്രമായി മത്സരിക്കണോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കണ്ണൂരിൽ ഒരു വൈശാഖൻ അവിടെ പുറത്താക്കി, അദ്ദേഹം ജയിച്ചു. സുധാകരൻ ഇങ്ങനെ, രാജേന്ദ്രൻ CPM ഇന്ന് പോയി, ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDFൽ പോയി. അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ മച്ചമ്പിമാരും ബന്ധുമിത്രാദികളും ഭാര്യമാരും മക്കളുമായിട്ടുള്ള ഒരു കറക്ക് കമ്പനി പോലെ, ഒരു കൂട്ട് കമ്പനി പോലെയാണോ CPM? ജയിക്കുമെന്ന് ഉറപ്പുള്ള, മട്ടന്നൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച KK ശൈലജയെ കഴിഞ്ഞ ഗവൺമെൻറ്, ഇതിന് തൊട്ടുമുമ്പുള്ള ഗവൺമെൻറ്റിൻ്റെ സമയത്താണല്ലോ നിപ്പയും കൊറോണയൊക്കെ വന്നത്. അപ്പോൾ KK ശൈലജ ചെയ്ത പ്രവർത്തനത്തിൻ്റെ കൂടി ഫലമായിട്ടല്ലേ ഇപ്രാവശ്യം പിണറായിക്ക് തുടർഭരണം കിട്ടിയത്? ആ KK ശൈലജയെ മട്ടന്നൂർ ജയിപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ, സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചില്ലേ? എന്നിട്ട് അവരെ മന്ത്രിയാക്കിയോ? പോട്ടെ, ഇപ്പോഴത്തെ നേർച്ച പോലെ അവരെ പേരാവൂരിൽ അയച്ചിരിക്കുകയാണ്, സണ്ണി സാറിൻ്റെ അടുത്തേക്ക്. സണ്ണി സാറിന് അവിടുത്തെ സകല കൊച്ചുംകുട്ടി പരാധീനങ്ങൾക്ക്, ഉമ്മൻചാണ്ടിയുടെ മറ്റൊരു രൂപമാണ് ഈ സണ്ണി ജോസഫ്, അവിടെ അയച്ചിരിക്കുകയാണ് പിടിച്ചുകൊണ്ട് വരാൻ. പടവെട്ടി ജയിച്ചു വരൂ. എന്താണിത്, വിപ്ലവമാണോ? അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഇഷ്ടമുള്ള കുറേ ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഏറാൻ മൂളുന്ന കുറച്ച് ആളുകൾ, പിന്നെ ഗോവിന്ദൻ മാഷ്, MA ബേബി, ഇങ്ങനെ ചെറിയ ടീം. തോമസ് ഐസക്ക് അടുത്തൊരു ഗതികിട്ടാ പ്രേതമാണ്. അങ്ങനെ തെക്ക് വടക്ക് നടക്കുകയാണ് കേരളത്തിൽ. വിജ്ഞാന കേരളം. എന്ത് വിജ്ഞാനം? ആർക്ക് വിജ്ഞാനം? ഇപ്പോൾ പഠന കോൺഗ്രസ് നടത്തി. എന്തിന്? അതിൻ്റെ ബുക്ക് കിട്ടി. എന്താണ് ആ ബുക്ക്? അതിനെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കുകയാണ് നല്ലത്. ഗുരുതരമായ രീതിയിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രതിസന്ധിയിലൂടെയാണ് ഇടതുപക്ഷവും പ്രത്യേകിച്ച് CPMും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണിത്? എങ്ങനെയാണിത്? ആർക്കും അറിയില്ല. ഒരു ഭരണകക്ഷി എന്നുള്ള നിലയിൽ CPM അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നേരിടുന്ന വിമത രാഷ്ട്രീയത്തിൻ്റെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും
വല്ലാത്ത രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാടുകൾ ആവർത്തിക്കും, ആലപ്പുഴകൾ ആവർത്തിക്കും, കണ്ണൂർ പയ്യന്നൂരുകൾ ആവർത്തിക്കും. ഓരോ ജില്ലയിലും, ഓരോ സ്ഥലത്തും, ഓരോ പഞ്ചായത്തിലും പ്രാദേശികമായ ജനങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത് തന്നെയല്ലേ ബംഗാളിൽ സംഭവിച്ചത്? ഇത് തന്നെയല്ലേ ത്രിപുരയിൽ സംഭവിച്ചത്? അപ്പോൾ ഇവിടെ ഇതെല്ലാം നടക്കുമ്പോഴും പരമപുച്ഛമായി 60 വർഷം വർക്ക് ചെയ്ത ജി സുധാകരനെ പോലെയുള്ള ഏറ്റവും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അഴിമതിയില്ലാത്ത എല്ലാ സ്ഥാനവും ഭംഗിയായി നിർവഹിച്ച ജി സുധാകരൻ തുടങ്ങി വെച്ച റോഡുകൾ പൂർത്തീകരിക്കാതെ നമ്മുടെ മരുമോന് റിയാസ് ഖാന് വല്ലാതെ പുതിയ റോഡ് വല്ലതും ഉണ്ടായിരുന്നു. എല്ലാം ജി സുധാകരൻ തുടങ്ങി വെച്ച് പൂർത്തിയാക്കി പലതും. അത് കേന്ദ്ര ഗവൺമെൻറ് റോഡുകളാണ്, നാഷണൽ ഹൈവേകളാണ്. അപ്പോൾ ഇത് വളരെ കഷ്ടമാണ്. ദേവസ്വം ബോർഡിൽ ജി സുധാകരൻ ഇരുന്നു, ഒരു പരാതിയില്ലായിരുന്നല്ലോ, ഒരു മോഷണവും കേട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ എല്ലാം കേൾക്കുന്നത്. അല്ലെ പിന്നെ അദ്ദേഹത്തെ ED ഒക്കെ ചോദ്യം ചെയ്യണമായിരുന്നല്ലോ. അപ്പോൾ വളരെ കൃത്യമായി CPM-നകത്തുള്ള ഈ വിമതശല്യം, വിമതരെന്ന് പറഞ്ഞുകൂടാ യഥാർത്ഥ പാർട്ടിക്കാർ ഇപ്പോൾ ആരാണ് എന്നൊരു ചോദ്യം വളരെ ഗൗരവമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. സീനിയർ നേതാക്കളെല്ലാം ഒന്നൊന്നായി വെട്ടി മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്നു, നിശബ്ദരാകുന്നു. വളരെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നു പോകുന്നത്. അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും വെട്ടിനിരത്തൽ ഒരു വശത്ത് VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിനിരത്തൽ നടക്കുമ്പോഴും മൂന്നാം ഭരണം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവേശപ്പെട്ട് നിൽക്കുകയാണ്. എന്തിന്? MN കാരശ്ശേരി മാഷ് പറയുന്ന പോലെ, സച്ചിദാനന്ദൻ പറയും പോലെ, കൽപ്പറ്റ നാരായണൻ പറയും പോലെ, സാറാ ജോസഫ് പറയും പോലെ, ഒരു പ്രാവശ്യം കൂടെ വന്നാൽ എല്ലാ ജില്ലകളിലും PK ശശിമാരുണ്ടാവും, എല്ലാ ജില്ലകളിലും ജി സുധാകരന്മാരുണ്ടാവും, എല്ലാ ജില്ലകളിലും രാമകൃഷ്ണന്മാരുണ്ടാവും, എല്ലാ ജില്ലകളിലും ഇതുപോലത്തെ വിമതന്മാരും അല്ലെങ്കിൽ യഥാർത്ഥ പാർട്ടിക്കാർ ഞങ്ങളാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നവരുമൊക്കെ ഉണ്ടാവും. ഇതിനെതിരെ ഇത് മനസ്സിലാക്കണം. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഹൃദയപക്ഷം, മനുഷ്യപക്ഷം എന്നൊക്കെ പറയുന്നെങ്കിലും അതൊക്കെ പക്ഷമൊക്കെ ആയിക്കോട്ടെ, കുറേ കാര്യങ്ങളിലൊരു കറക്റ്റീവ് ഫോഴ്സായിട്ടെങ്കിലും സംസ്ഥാനത്ത് ആവശ്യമുണ്ട്, രാജ്യത്ത് ആവശ്യമുണ്ട്. അത് നിങ്ങൾ കല്ലിലടിച്ച പൂക്കല പോലെ തമ്മിലടിച്ച് പിരുത്ത് കളയരുത്. കാരണം അങ്ങനെ കളഞ്ഞാൽ അത് ഞാനീ പറഞ്ഞ പോലെ തൊഴിലാളികളാവട്ടെ, പട്ടിണിക്കാരും അശരണരായിട്ടും നിരാലംബരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ ഉയർത്താൻ വ്യത്യസ്ത പാർട്ടികൾ ജനാധിപത്യത്തിൽ അനിവാര്യമാണ്. ഭരണത്തിൽ വരുന്നത് ഗവൺമെൻറ് ഏത് വരണം എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, അത് ജനങ്ങളുടെ വോയിസായിട്ട് വിടുന്നു. പക്ഷേ അല്ലാതുള്ള കാര്യങ്ങൾ നടക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കുന്നില്ല. എന്തായാലും ഇത് വളരെ വളരെ പരിതാപകരമാണ്, രസകരമാണ് കേൾക്കാൻ. ഓരോ ജില്ല എടുത്താൽ ആ ജില്ലകളിലെല്ലാം ഒരുപാട് ആളുകൾ CPM-ൽ നിന്ന് വിട്ടുപോകുന്നു. നിങ്ങൾ നോക്കൂ, കൊല്ലം, കൊട്ടാരക്കര, ഐഷാപോറ്റി, ഇടുക്കി രാജേന്ദ്രൻ, പാലക്കാട് PK ശശി, ആലപ്പുഴ ജി സുധാകരൻ, കണ്ണൂർ പയ്യന്നൂർ, ഇങ്ങനെ ഓരോ സ്ഥലമെടുത്താൽ 100 കണക്കിന് പേരാണ് പുറത്തു പോകുന്നത്. 1000 കണക്കിന് പോകാൻ റെഡിയായി നിൽക്കുന്നു.